നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര വരുമാന കവർച്ചയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും കോൺഗ്രസ് സംഘടനാകാര്യ സെക്രട്ടറി. പ്രസിദ്ധമായ പാലിയൂർ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന് ഭക്തി നിർഭര തുടക്കം. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം നൃത്ത അരങ്ങേറ്റവും വർണ്ണമഴയും നടന്നു. പെരുമ്പ്ലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൾത്തറ കൊടമുക്ക് തലപ്പള്ളിപ്പറമ്പിൽ സജീവന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വരേണ്ട സമയമായിട്ടും കാണാതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ചിക്കൻ നിരക്ക് വീണ്ടും കുതിച്ചുയരുന്നു. കിലോഗ്രാമിന് 180 രൂപയായി. കഴിഞ്ഞ ആഴ്ച 160 രൂപയായിരുന്ന വിലയാണ് ഒരാഴ്ചക്കിടെ 20 രൂപ വർദ്ധിച്ച് 180 ആയത്. വില നിയന്ത്രിച്ച് വിപണി സ്ഥിരപ്പെടുത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഉപഭോക്താക്കളും വ്യാപാരികളും. ദേശീയപാത 66 ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ തങ്ങൾപ്പടി വരെ തകർന്നു കിടക്കുന്ന 1 കിലോമീറ്റർ ദേശീയപാത ബൈപ്പാസ് നവീകരിക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി 1.63 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് നാഷണൽ ഹൈവേ വിഭാഗം റോഡ് നവീകരണം നടത്തും. നടപടി NK അക്ബർ MLA നിരന്തര ഇടപെടലിനെ തുടർന്നു. വാർത്തകൾ വിശദമായി. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര വരുമാന കവർച്ച ആണെന്നും ഇത് കേവലം മോഷണമല്ല, മറിച്ച് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10-25 വർഷമായി VHP, RSS തുടങ്ങിയ സംഘപരിവാർ സംഘടനകൾ വിശ്വാസികളിൽ നിന്ന് പണവും സ്വർണവും പിരിച്ചെടുത്താണ് ക്ഷേത്രം പണിതത്. ആ കാണിക്കയാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടത്. ഈ സംഭവം ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. CCTV ഫൂട്ടേജ് നീക്കം ചെയ്തതും സുരക്ഷാ തലവൻ മോഷണ സാധ്യതയെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതും ട്രസ്റ്റ് ഭാരവാഹികളുടെ പങ്ക് സംശയിക്കാനിടയാക്കുന്നു. ട്രസ്റ്റ് ഭാരവാഹികളെ നിയമിച്ചത് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ഇത്ര വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണ്. ൽ പുതിയ ട്രസ്റ്റ് നിലവിൽ വന്നതിനുശേഷം കഴിഞ്ഞ 5 വർഷമായി ഒരു ഓഡിറ്റ് പോലും നടന്നിട്ടില്ല. ഇത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നിലവിലെ SIT അന്വേഷണം കുറ്റവാളികളെ സംരക്ഷിക്കാനാണെന്നും ഇതിന് നീതിപൂർവമായ അന്വേഷണം നടത്താനുള്ള ആർജവമുണ്ടാകില്ലെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയെക്കൊണ്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ച BJP, RSS, VHP നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പുന്നൂർക്കുളത്ത് ബാറിൽ സംഘർഷം. യുവാവിന് വെട്ടേറ്റു. 2 പേർക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വെട്ടിപ്പുഴ സ്വദേശി സുബിൻ, ഷിഫാൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വടക്കേക്കാട് മുരിയന്തടം കോതോട്ടിൽ വിഷ്ണു യാദവ്, യദുകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കുന്നത്തൂർ ദേവാസുരം ബാറിൽ സംഭവമുണ്ടായത്. ബാറിലുമുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ സുഹൃത്തിനെ കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു വിഷ്ണു യാദവ് എന്ന് പറയുന്നു.
കോഴിവില വീണ്ടും കുതിച്ചുയർന്നു. കിലോഗ്രാമിന് 180 രൂപയായി. കഴിഞ്ഞ ആഴ്ച 160 രൂപയായിരുന്ന വിലയാണ് ഒരാഴ്ചക്കിടെ 20 രൂപ വർദ്ധിച്ച് 180 ആയത്. കോഴിത്തീറ്റയുടെ വിലവർധന, മരുന്നുകളുടെ ചെലവ്, വൈദ്യുതി നിരക്ക്, തൊഴിലാളികളുടെ വേതനം എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപാദന ചെലവിലെ കുതിപ്പാണ് വിലവർധനയ്ക്ക് പ്രധാന കാരണമെന്ന് ഫാമുടമകളും വ്യാപാരികളും പറയുന്നു. ചെലവ് താങ്ങാനാവാതെ നിരവധി ചെറുകിട കോഴി ഫാമുകൾ ഉൽപാദനം കുറച്ചതോടെ വിപണിയിലെ ലഭ്യതയും കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇത്രയും ഉയർന്ന കോഴിവില രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ഉൽപാദന ചെലവ് ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയരാനാണ് സാധ്യത. കോഴിവിലയിലെ കുതിപ്പ് ഹോട്ടൽ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, അൽഫാം, ഷവർമ, ചിക്കൻ കറി തുടങ്ങി കോഴിയിറച്ചി ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ വിലയും വർദ്ധിക്കുന്ന സാഹചര്യമാണ്. തുടർച്ചയായ വിലക്കയറ്റം സാധാരണ കുടുംബങ്ങളുടെ ഭക്ഷണ ചെലവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിവില നിയന്ത്രിച്ച് വിപണി സ്ഥിരപ്പെടുത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഒരുപോലെയുള്ള ആവശ്യം. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ 40ാം വാർഷിക സമ്മേളനം നടന്നു. ചൂണ്ടൽ പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കിയ MA മുഹമ്മദുണ്ണി നഗറിൽ നടത്തിയ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് NL വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K നാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ട്രഷറർ S വീരചന്ദ്രൻ സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2025-2026 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി PP പ്രേമ വത്സലനും വരവ് ചെലവ് കണക്ക് ട്രഷറർ മാർട്ടിൻ J മാളിയേക്കലും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് പ്രതിഭകളെ അനുമോദിക്കലും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. ചടങ്ങിൽ 70 വയസ്സ് പൂർത്തിയായവരെയും ആദരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി CV ഫ്രാൻസിസ്, ജില്ലാ പ്രസിഡന്റ് KN രാമൻ, ജില്ലാ സെക്രട്ടറി C ശിവദാസൻ, CC മെമ്പർ AV ഫ്രാൻസിസ്, വിവിധ ഡിവിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ പാലൂർ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന് ഭക്തി നിർഭര തുടക്കം. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം നൃത്ത അരങ്ങേറ്റവും വർണ്ണമഴയും ഉണ്ടായി. തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച ദിവ്യബലിക്ക് ശേഷം ചാവക്കാട് താലൂക്ക് തഹസിൽദാർ KT ബാബു നിർവഹിച്ചു. തുടർന്ന് നൃത്ത അരങ്ങേറ്റവും വർണ്ണമഴയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം നടന്നു. രാവിലെ 8 മുതൽ വീടുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവയും ഉണ്ടായി. തൃശൂർ പ്രീസ്റ്റ് ഹോമിലെ മോൺസിഞ്ഞോർ ജോർജ് മനാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വർണ്ണമഴ ഉണ്ടായി. അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് ബാൻഡ് വാദ്യ സംഗമവും നടന്നു. മാർ തോമസ് ലീഹ തളിയക്കുളത്തിൽ തർപ്പണാത്ഭുതം നടത്തി മാമോദിസ നൽകിയതിന്റെ ഓർമ്മ തിരുനാളായ തർപ്പണ തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയുണ്ടാകും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡോക്ടർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് വഴിപാടുകൾ നേരുവാനും നേർച്ചൂട്ട് പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ നടക്കും. മെൽബൺ രൂപത മുൻ അധ്യക്ഷൻ ബാർ ബോസ്കോ പുത്തൂർ എമിറേറ്റ്സ് മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, മെഗാ ഫ്യൂഷൻ എന്നിവയും നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവയുണ്ടാകും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ തൃശൂർ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരിക്കുന്നൊരാൾ എന്ന നാടകത്തിന്റെ അവതരണം നടക്കും. തിരുനാളിന്റെ നടത്തിപ്പിനായി അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസി ചൊവ്വല്ലൂർ, സേവിയർ വാഗയിൽ, ഫ്രാൻസിസ് CEO, ഹൈസൺ PA, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ എന്നിവർ നേതൃത്വം നൽകും. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുതുവട്ടൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന ക്ലാസ് ചാവക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ NS രാജീവ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ ഓട്ടോ മെമ്പർമാരുടെ മക്കൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. എക്സൈസ് റേഞ്ച് സിവിൽ ഓഫീസർ മണികണ്ഠൻ M ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം പ്രസിഡന്റ് MS ശിവദാസൻ അധ്യക്ഷനായി. സെക്രട്ടറി AK അലി, വൈസ് പ്രസിഡന്റുമാരായ KK വേണു, KK അലിക്കുഞ്ഞി, KS ബിജു, ഷാജഹാൻ, VK ഉണ്ണികൃഷ്ണൻ, രമേശ് KR എന്നിവർ സംസാരിച്ചു. ജോലി കഴിഞ്ഞ് മടങ്ങവേ കാണാതായ യുവതിയുടെ മൃതദേഹം പെരുമ്പിലാവ് പൂയംകുളത്തിൽ കണ്ടെത്തി. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ആൽത്തറ കൊടമുക്ക് തലപ്പള്ളിപ്പറമ്പിൽ സജീവന്റെ ഭാര്യയും പാവിട്ടപ്പുറം മോഹനൻ ബിന്ദു ദമ്പതികളുടെ മകളുമായ ആതിരയുടെ മൃതദേഹമാണ് കുളത്തിൽ കണ്ടെത്തിയത്.
എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു 33കാരിയായ ആതിര. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെയാണ് സംഭവം. ജോലി കഴിഞ്ഞെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പൂയംകുളത്തിനരികിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും ബാഗും കണ്ടെത്തിയത്. തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ശനിയാഴ്ച കാലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം വൈകിട്ട് 4ഓടെ ആൽത്തറ കൊടമുക്കിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിനു ശേഷം ചെറുതുരുത്തി ശാന്തിതീരത്ത് സംസ്കാരം നടത്തി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വൈഗ ലക്ഷ്മി എന്നിവർ മക്കളാണ്. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ വാഹനം കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളായിട്ടും പുതിയ വാഹനം നൽകിയില്ല. ഇതോടെ വിവിധ ആവശ്യങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ആരോഗ്യ പ്രവർത്തകർ. മുൻപുണ്ടായിരുന്ന വാഹനം ഇപ്പോൾ ആശുപത്രിയിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. സർക്കാരിന്റെ വാഹനം 15 വർഷത്തിന് ശേഷം രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതാണ് പ്രശ്നം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 9 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഓരോ പഞ്ചായത്തിലും 5ഓളം സബ് സെന്ററുകളുമുണ്ട്. ഇവിടെയെല്ലാം മരുന്നുകളും മറ്റും എത്തിക്കാൻ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മാസം 20,000 രൂപയോളം ഈ ഇനത്തിൽ ചെലവ് വരുന്നുണ്ട്. പുതിയ വാഹനം അനുവദിക്കുകയാണെങ്കിൽ ഈ ചെലവുകൾ ഒഴിവാക്കാമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ വാഹനം അനുവദിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കൺവീനർ സാബു ഐനൂർ, സുനിൽ നെടിയടത്ത്, രാജു അരുവായ്, മോഹനൻ കടവാരത്ത്, സിജി ബേബി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനമാണ് ഇപ്പോൾ ഈ നേരെ ബാക്കിൽ കാണുന്നത്. അതിലെ മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡാമേജ് ആയതിനു ശേഷം വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ വാഹനം ഇല്ലാത്തതുകൊണ്ട് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്കും തൃശ്ശൂർ ഉൾപ്പെടെ EMA ഓഫീസിൽ മരുന്ന് കൊണ്ടുവരുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്ക് വാഹനം ഇല്ലാത്തതുകൊണ്ട് HMC ഫണ്ടിൽ നിന്ന് പണം ഉപയോഗപ്പെടുത്തി പൊതു വണ്ടികൾ ഒരു സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് വരുന്നത്. അത് ഭീമമായ നഷ്ടം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കും. മരത്തിന്റെ ചില്ല വെട്ടാൻ സമ്മതം നൽകിയതിന്റെ മറവിൽ അയൽവാസി വീട്ടുവളപ്പിൽ കയറി മരങ്ങൾ വെട്ടിയിട്ടതായി പരാതി. കുഴിങ്ങര ജലസംഭരണിക്ക് സമീപം കൂളിയാട്ടിൽ ഷാഫിയുടെ വീട്ടുമുറ്റത്തെ മാവ്, പ്ലാവ് ഉൾപ്പെടെ 9 മരങ്ങൾ വെട്ടിയെന്നാണ് പരാതി. സംഭവത്തിൽ അയൽവാസി പൊക്കുളങ്ങര കബീറിനെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. കബീറിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈൻ പറമ്പിന്റെ അതിരിലൂടെയാണ് പോകുന്നത്. കമ്പിയിൽ ചായുന്ന മരച്ചില്ലകൾ KCB വെട്ടുന്നതിനു പുറമെ തങ്ങളുടെ സമ്മതം വാങ്ങി കബീറും വെട്ടാറുണ്ടെന്ന് ഷാഫി പറയുന്നു. കഴിഞ്ഞ ദിവസവും ചില്ല വെട്ടാൻ സമ്മതം വാങ്ങിയിരുന്നു. എന്നാൽ തൊഴിലാളികൾ തങ്ങളുടെ വീട്ടുവളപ്പിൽ കയറി മരങ്ങൾ യന്ത്രം ഉപയോഗിച്ച് മുറിക്കുകയായിരുന്നു. വീട്ടിൽ വയോധികയായ മാതാവും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരം മുറിക്കുന്ന വിവരമറിഞ്ഞ് കബീറുമായി ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് മരം മുറി നിർത്തിയത്. ഈ സമയം തൊഴിലാളികൾ വീടിന്റെ പിന്നിലെ പ്ലാവ് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിരിൽ നിന്നും 10 അടിയോളം അകലെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മരങ്ങളും വലിയ ഞാവലിന്റെ കൊമ്പും മുറിച്ചിട്ടുണ്ട്. പിതാവ് പൊക്കുളങ്ങര ബാപ്പുഹാജി നട്ടുപരിപാലിച്ച മരങ്ങളാണ് ഇല്ലാതാക്കിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. 6 മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആദരം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയുമാണ് ആദരിച്ചത്. നഗരസഭാ ടൗൺ ഹാളിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രതി ജനാർദ്ദനൻ, V. അനൂപ്, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. വോട്ട് രേഖപ്പെടുത്താനായി തയ്യാറാക്കിയ 5 പോളിംഗ് ബൂത്തുകളിലായി ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഒരുക്കിയത്. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OAC ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പളും ഇലക്ഷൻ കമ്മീഷണറുമായ രാംദാസ് M, അധ്യാപിക മേഴ്സി രഞ്ജിത്ത് എന്നിവർ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ഡിജിറ്റൽ സംവിധാനത്തോടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. തിരിച്ചറിയൽ രേഖയുമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്താൻ കുട്ടികൾ എത്തിയത്. വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ നടത്തി പ്രിൻസിപ്പൽ വിജയികളെ പ്രഖ്യാപിച്ചു. സ്കൂൾ ലീഡറായി അക്വീന ലിയാഷ കൊള്ളന്നൂരും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി അലൻ കൃഷ്ണ PV യും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പാർലമെന്റ് നടത്തിയത് ജനാധിപത്യ ബോധവും നേതൃത്വ പാഠവും കുട്ടികൾക്കായി വളർത്തിയെടുക്കാൻ വേണ്ടിയാണെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെള്ളിയാങ്കലിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതിനാലാണ് കഴിഞ്ഞ മെയ് മാസത്തിന് മുൻപ് പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത് എന്ന് VT ബൽറാം MLA പറഞ്ഞു. സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഉടൻ തന്നെ കരാറുകാരെ വിളിച്ചു വരുത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും മഴ മൂലം പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിട്ടുള്ളതെന്നും നിലവിലുള്ള സാഹചര്യത്തിൽ സംരക്ഷണ ഭിത്തിക്കും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും മണ്ണിടിച്ചിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും MLA പറഞ്ഞു. നിലവിൽ ഗതാഗതത്തിന് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും VT ബൽറാം നിർദ്ദേശിച്ചു. നിലവിൽ വലിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി താൽക്കാലിക സംവിധാനം ഒരുക്കുന്നുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ജലസേചന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ദിവസങ്ങളിൽ സ്ഥലം സന്ദർശിക്കും. താൻ മുമ്പ് ജനപ്രതിനിധിയായിരുന്ന അവസാന വർഷങ്ങളിൽ 2019-20 കാലഘട്ടത്തിലാണ് ഈ പ്രവൃത്തിയുടെ ഫണ്ട് അനുവദിക്കുകയും ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നത് എങ്കിലും പിന്നീടുള്ള 5 വർഷങ്ങളിൽ പ്രവൃത്തിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നതാണ് വസ്തുത എന്ന് MLA കുറ്റപ്പെടുത്തി. 2018-19 കാലത്തെ പ്രളയ സമയത്താണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുകയും 2020 അതിന്റെ ഭരണാനുമതി ലഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് 5-6 വർഷമായിട്ട് ആ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് കരാറുകാരിൽ നിന്നും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയൊരു കാലതാമസം ഒരു കാരണവശാലും ഇതിൽ വെച്ചു ഉറപ്പിക്കില്ല. പക്ഷേ തൽക്കാലത്തേക്ക് വേണ്ട ജാഗ്രത എല്ലാവരും പാലിക്കണമെന്നുള്ളതാണ് നിർദ്ദേശിക്കുക. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, വൈസ് പ്രസിഡന്റ് K സുജാത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്തിൽ അലി, PV മുഹമ്മദ് അലി, P മുരളി എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാതല പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ AKG സദനത്തിൽ നടന്ന പഠന ക്ലാസ് CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം OV മിനി അധ്യക്ഷയായി. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി ക്ലാസ് എടുത്തു. CITU ഏരിയ സെക്രട്ടറി AS മനോജ്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് സാലൂർ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രിയ മനോഹരൻ, ഉണ്ണി വാർനാട്ട്, ലത പുഷ്കരൻ, VR സുഗന്ധി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66 ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ തങ്ങൾപ്പടി വരെ തകർന്നു കിടക്കുന്ന 1 കിലോമീറ്റർ ദേശീയപാത ബൈപ്പാസ് നവീകരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി 1.63 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് നാഷണൽ ഹൈവേ വിഭാഗം റോഡ് നവീകരണം നടത്തും. ദേശീയപാത 66 ബൈപ്പാസായി മാറുന്ന ചാവക്കാട് ചേറ്റുവ റോഡിൽ നവീകരിക്കാത്ത ചാവക്കാട് മുതൽ തങ്ങൾപ്പടി വരെ വരുന്ന 1 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി 1.63 കോടി രൂപ അനുവദിച്ചത്. ഈ ഭാഗം നവീകരിക്കുന്നതിന് ഫണ്ട് വകയിരുത്താത്ത സാഹചര്യത്തിൽ MLA NK അക്ബർ ഈ വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റിയെയും സംസ്ഥാന സർക്കാരിനെയും നിരവധി തവണ അറിയിച്ചിരുന്നു. തുടർന്ന് നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് തുക അനുവദിക്കണമെന്ന് കാണിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസം വന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 85 ലക്ഷം രൂപ ഉപയോഗിച്ച് കാന നിർമ്മിച്ചു. ദേശീയപാത നിർമ്മാണ കമ്പനി താൽക്കാലികമായി കുഴിയടച്ചെങ്കിലും ഗതാഗതം കൂടുതൽ ദുരിതമാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നാഷണൽ ഹൈവേ അതോറിറ്റിയിലും സംസ്ഥാന സർക്കാർ മുഖേനയും MLA നടത്തിയ നിരന്തരമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് ഉയർത്തി ടാറിംഗ് നടത്തുന്നതിനും ബാക്കി ഭാഗങ്ങളിൽ കാന നിർമ്മിക്കുന്നതിനുമായി തുക അനുവദിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് ഹൈവേ വിഭാഗമാണ് നിർമ്മാണം നടത്തുന്നത്. പുന്നൂർക്കുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. യോഗത്തിന്റെ ഭാഗമായി LSS USS പരീക്ഷകളിൽ വിജയിച്ചവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. PTA പ്രസിഡന്റ് NG വിനികുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജീവ് M, PTA വൈസ് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ഷബ്ന, വിനോദിനി അമ്മ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി നിതിൽ, സ്റ്റാഫ് സെക്രട്ടറി കബീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന PTA തെരഞ്ഞെടുപ്പിന് അനീഷ് മാസ്റ്റർ നേതൃത്വം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികളായി PTA പ്രസിഡന്റ് സുജിത്ത്, വൈസ് പ്രസിഡന്റ് ഫാസിൽ, മദർ PTA പ്രസിഡന്റ് സൽമ, വൈസ് പ്രസിഡന്റ് നസ്ല എന്നിവരെ തെരഞ്ഞെടുത്തു. KP അരവിന്ദാക്ഷൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം കേച്ചേരിയിൽ നടന്നു. ദീർഘകാലം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും രാജ്യസഭാംഗം കുന്നംകുളം MLA എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള
KP അരവിന്ദാക്ഷന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. കേച്ചേരിയിൽ നടന്ന ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൈക്കോളജിസ്റ്റും കരിയർ കൗൺസിലറുമായ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ പുഷ്പാകരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജൂലറ്റ് വിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS ജിനി, രമാവേലായുധൻ, ആൻഡോപോൾ, പ്രമിത സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സച്ചിൻ പ്രകാശ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിലെ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുരസ്കാരം നൽകി ആദരിച്ചത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഡ് 4 ADSന്റെ നേതൃത്വത്തിൽ SSLC, +2 മത്സര പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ സരിത ബാബു മുഖ്യാതിഥിയായി. വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ, ADS അയൽക്കൂട്ട അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അനുമോദന ചടങ്ങിന് ADS സെക്രട്ടറി പ്രിയ മുരളീധരൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ മുസൈഫ നന്ദിയും പറഞ്ഞു. സാധനയിൽ കണ്ടെത്തിയ ദൈവത്തെ സേവനത്തിലൂടെ സമൂഹവുമായി പങ്കുവെക്കുമ്പോഴാണ് ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നത് എന്ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സായി സുദർശന പദ്ധതിയുടെ 20ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവനവും സാധനയും പരസ്പരം പൂരകങ്ങളാണെന്നും ദൈവത്തെ അനുഭവിക്കുന്നത് സാധനയാണെങ്കിൽ ആ അനുഭവത്തെ ജീവിതമാക്കുന്നതാണ് സേവനമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ ഭാഷണം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് മുഖ്യാതിഥിയായി. സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, വാർഡ് കൗൺസിലർ ബിന്ദു നാരായണൻ, ഡോക്ടർ നിതിൻ ജോർജ് കോശി, K. മണികണ്ഠൻ, സബിത രഞ്ജിത്ത്, അരുൺ C. നമ്പ്യാർ, സായി ശ്രീ മേനോൻ എന്നിവർ സംസാരിച്ചു. 20 വർഷത്തിനിടയിൽ 7400-ലധികം പേർക്ക് ശസ്ത്രക്രിയ വഴി കാഴ്ച തിരികെ നൽകാൻ കഴിഞ്ഞ സായി സുദർശന പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാരെ ആദരിച്ചു. തുടർന്ന് നേത്രപരിശോധനയും ചികിത്സാ ക്യാമ്പും ഉണ്ടായി. 120 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നാടിന്റെ പ്രിയപ്പെട്ട പോസ്റ്റ്മാൻ പടിയിറങ്ങി. നീണ്ട 43 വർഷത്തെ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന സുകുമാരനെ പ്രിയപ്പെട്ടവർ ചേർന്ന് ഹൃദ്യമായ യാത്രയ്ക്ക് നൽകി. 1982-ൽ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് മെയിൽ കാരിയറായി 73 രൂപ ശമ്പളത്തിലാണ് ഞമനങ്ങാട് തെക്കുംപറമ്പത്ത് സുകുമാരൻ തപാൽ ജീവനക്കാരനായി എത്തുന്നത്. പിന്നീട് ഗ്രാമീൺ ഡാക് സേവക് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി. എല്ലാ ദിവസവും ഞമനങ്ങാട് സബ് പോസ്റ്റ് ഓഫീസിൽ പോയി തപാലെടുത്ത് തരം തിരിച്ച ശേഷമാണ് വിതരണം തുടങ്ങുക. പാടശേഖരവും തോടുകളുമുള്ള പ്രദേശമായതിനാൽ അരയ്ക്കൊപ്പം വെള്ളത്തിലിറങ്ങി നടന്നാണ് പണ്ട് പല വീടുകളിലേക്കും തപാലുമായി സുകുവേട്ടൻ എത്തിയിരുന്നതെന്ന് നാട്ടുകാർ ഓർക്കുന്നു. പിന്നീട് യാത്ര സൈക്കിളിലായി. ഇപ്പോഴും സുകുമാരൻ സൈക്കിളിലാണ് തപാലുമായി എത്തുക. വേണ്ടത്ര അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ പോസ്റ്റ് ഓഫീസ് ഇല്ലാതാകുമെന്ന ഘട്ടത്തിൽ വീടുകൾ തോറും കയറി നിക്ഷേപ പദ്ധതികൾ ചേർത്ത് പോസ്റ്റ് ഓഫീസിന്റെ കരുതലായി മാറിയും അദ്ദേഹം മാതൃക തീർത്തു. നാട്ടുകാർ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംസീറ അഷ്റഫ്, മുൻ പോസ്റ്റ് ഓഫീസർ സുഭദ്ര ടീച്ചർ, കമ്മിറ്റി ട്രഷറർ CK ജമാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മേരി, പ്രബിന സത്യൻ, വാർഡ് മെമ്പർമാരായ സീജ മൊയ്തുണ്ണി, വി റഷീദ്, മെഹറുനിസ കബീർ, രുക്മിയ സുധീർ, പോസ്റ്റ് മാസ്റ്റർ റോസ്മിൻ രാജ് എന്നിവർ പങ്കെടുത്തു. ഹരിത ക്ലബ് വൈലത്തൂർ, സൗഹൃദ കൂട്ടായ്മ വൈലത്തൂർ എന്നിവരും സുകുമാരന് ഉപഹാരം നൽകി ആദരിച്ചു. സുകുമാരൻ മറുപടി പ്രസംഗം നടത്തി. കൺവീനർ അബ്ദുൾ റഷീദ് സ്വാഗതവും ഷക്കീർ അണ്ടിക്കോട്ടിൽ നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഷീദ്, CK ജമാൽ, മുഹമ്മദ് അലി, കലാം, SK ഖാലിദ് എന്നിവരടങ്ങുന്ന സംഘമാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ബദനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ പേപ്പർ ബാഗ് ഡേ ആഘോഷിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ KG വിഭാഗത്തിലാണ് പേപ്പർ ബാഗ് മേക്കിംഗ് മത്സരം നടത്തിയത്. കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച് മനോഹരമായി അലങ്കരിച്ച പേപ്പർ ബാഗുകളുമായി മത്സരത്തിൽ ആവേശത്തോടെ പങ്കാളികളായി. കുട്ടികൾ അധ്യാപകർ അഭിനന്ദിക്കുകയും പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ
റീന ഡേവിസ് ബോധവൽക്കരണം നടത്തി. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ MV വിനീത് അധ്യക്ഷനായി. ചെയർമാൻ PC അബാൽമണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രാജി സോമൻ, മെമ്പർമാരായ KV ഷൈബു, ഷീജ ആനന്ദൻ, ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് TK ശിവൻ, മേഖലാ ട്രഷറർ ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. KP അഖിൽ, ജസ്റ്റിൻ, അപ്സര രാജൻ, KN വിനീത തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ ആയുർവേദ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹോമിയോ ആയുർവേദ സൗജന്യ ചികിത്സാ ക്യാമ്പുകളുടെ പഴഞ്ഞി മേഖലാതല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ PM അലി, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാക്ക്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന കൃഷ്ണൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും രക്തപരിശോധനയും ഉണ്ടാകും. മൂന്നാമത്തെ മേഖലാ ക്യാമ്പ് പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ ജൂലൈ 14 നടക്കും. ഡോക്ടർമാരായ ഷബ്ന കൃഷ്ണൻ, നിഖിൽ ജോസ്, സീന SKM, ട്രിഷ ഗ്രിഗറി, രമ്യ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് മാസത്തിലെ ആദ്യവാരത്തിൽ പെരുന്തിരുത്തിയിൽ വിപുലമായ ക്യാമ്പും സംഘടിപ്പിക്കും. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ ആയുർവേദ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹോമിയോ ആയുർവേദ സൗജന്യ ചികിത്സാ ക്യാമ്പുകളുടെ പഴഞ്ഞി മേഖലാതല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ PM അലി, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാക്ക്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന കൃഷ്ണൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും രക്തപരിശോധനയും ഉണ്ടാകും. മൂന്നാമത്തെ മേഖലാ ക്യാമ്പ് പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ ജൂലൈ 14 നടക്കും. ഡോക്ടർമാരായ ഷബ്ന കൃഷ്ണൻ, നിഖിൽ ജോസ്, സീന SKM, ട്രിഷ ഗ്രിഗറി, രമ്യ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് മാസത്തിലെ ആദ്യവാരത്തിൽ പെരുന്തിരുത്തിയിൽ വിപുലമായ ക്യാമ്പും സംഘടിപ്പിക്കും. പേങ്ങാട്ടുപാറ വാർഡ് KSU യൂത്ത് കോൺഗ്രസ് സംയുക്ത ആഭിമുഖ്യത്തിൽ വാർഡിലെ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ PU പ്രകാശൻ അധ്യക്ഷനായ ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് മനപ്പടി, മണ്ഡലം പ്രസിഡന്റ് നിഹാൽ പള്ളിമേപ്പുറം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം, OICC ജുബൈൽ പ്രസിഡന്റ് ഉസ്മാൻ കുന്നംകുളം, CK ശിവരാമൻ എന്നിവർ സംസാരിച്ചു. യമുനങ്ങാട് ബോധിധർമ്മ JTK ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗ് സെറിമണിയും ജപ്പാനിൽ നടക്കുന്ന JTK ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഹൻഷി മനോജ് KSന് യാത്രയപ്പും സംഘടിപ്പിച്ചു. ബോധിധർമ്മ അക്കാദമിയിൽ നടന്ന ചടങ്ങ് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിഷ ബിനോജ് അധ്യക്ഷയായി. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ മൈമുന മുഖ്യാതിഥിയായി. ബോധിധർമ്മ അക്കാദമിയുടെ ചീഫ് ഇൻസ്ട്രക്ടറും ഡയറക്ടറുമായ ഹൻഷി മനോജ് KS കരാട്ടയുടെ മൂല്യങ്ങളും അച്ചടക്കവും യുവതലമുറയുടെ വ്യക്തിത്വ വികസനത്തിൽ അതിന്റെ പ്രാധാന്യവും സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റുകളും സർട്ടിഫിക്കറ്റുകളും മൊമന്റോയും വിതരണം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, പഞ്ചായത്ത് അംഗം ജിതേഷ് കുമാർ, തിരുവളയന്നൂർ സ്കൂൾ അധ്യാപകൻ PI അബ്ദുൾ മജീദ്, പ്രകാശ് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് അലി, ശ്രീധരൻ മാക്കാലിക്കൽ, ബോധിധർമ്മ അക്കാദമി PTA പ്രസിഡന്റ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. ബോധിധർമ്മ അക്കാദമി PTA സെക്രട്ടറി ലെനിത സ്വാഗതവും സെൻസായി സജീഷ് TS നന്ദിയും പറഞ്ഞു. കരാട്ടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. പെരുമ്പല അൻസാർ വിമൻസ് കോളേജ് നേതൃത്വത്തിൽ സൈക്കോളജി വിഭാഗത്തിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി കൌൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. അൻസാർ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമായ PMA ഗഫൂർ മുഖ്യാതിഥിയായി. PTA പ്രതിനിധി പ്രസീത പ്രദീപ്, അൻസാർ സ്കൂൾ പ്രിൻസിപ്പൽ സാജിദ റസാക്ക്, നാക് കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി, സൈക്കോളജി വിഭാഗം മേധാവി KC നജ്മ എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J ഫരീജ സ്വാഗതവും IQAC കോർഡിനേറ്റർ ജൂബി ജോയ് നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,230 രൂപ, സ്വർണം പവന് 1,05,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, Kundangulam. വെള്ളി ഗ്രാമിന് 235 രൂപ. ചർമ്മം പഴഞ്ഞി ചിറക്കൽ കിഴക്കുമുറി കുരിശുപള്ളിക്ക് സമീപം വാഴപ്പള്ളി വീട്ടിൽ ജോൺ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോളി ഭാര്യയും ജോഫി മകളുമാണ്. ആർത്താറ്റ് പരേതനായ മുട്ടത്ത് തോമസ് മകൻ ലോറൻസ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിനെയും ആർത്താറ്റിന്റെ പഴയകാല ചരിത്രത്തെ പറ്റിയും പഠനം നടത്തിയ വ്യക്തിത്വമായിരുന്നു. ചരിത്ര പഠന കമ്മിറ്റിയിൽ പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു. സുമ ഭാര്യയും ടിനോ സെൻ എന്നിവർ മക്കളുമാണ്. പെരുമ്പ്ലാവ് കോട്ടൂൽ കണ്ടത്ത് പറമ്പിൽ പരേതനായ ഇസ്മായിൽ ഭാര്യ ആയിഷ നിര്യാതയായി. 67 വയസ്സായിരുന്നു. ഖബറടക്കം കോട്ടൂൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഷാഹിമോൻ, പരേതയായ ഷബ്ന എന്നിവർ മക്കളാണ്. BDJS കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പെങ്ങാമുക്ക് കണ്ടംപുള്ളി ബിജു നിര്യാതനായി. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനിഷയാണ് ഭാര്യ. അമൃതേശ്വർ, അഖിലേശ്വർ എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം മാറ്റുപുറം കല്ലിങ്ങൽ റോഡ് കിഴക്കീട്ടിൽ കല്യാണി നിര്യാതയായി. 99 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കിഴക്കീട്ടിൽ അപ്പുക്കുട്ടൻ ഭർത്താവാണ്. മോഹനൻ, ചന്ദ്രൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര വരുമാന കവർച്ചയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും കോൺഗ്രസ് സംഘടനാകാര്യ സെക്രട്ടറി. പ്രസിദ്ധമായ പാലിയൂർ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം നൃത്ത അരങ്ങേറ്റവും വർണ്ണമഴയും നടന്നു. പെരുമ്പ്ലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആൽത്തറ കൊടമുക്ക് തലപ്പള്ളി പറമ്പിൽ സജീവന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വരേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കോഴിവില വീണ്ടും കുതിച്ചുയരുന്നു. കിലോഗ്രാമിന് 180 രൂപയായി. കഴിഞ്ഞ ആഴ്ച 160 രൂപയായിരുന്ന വിലയാണ് ഒരാഴ്ചക്കിടെ 20 രൂപ കൂടി വർദ്ധിച്ച് 180 ആയത്. വില നിയന്ത്രിച്ച് വിപണി സ്ഥിരപ്പെടുത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഉപഭോക്താക്കളും വ്യാപാരികളും. ദേശീയപാത 66 ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ തങ്ങൾപ്പടി വരെ തകർന്നു കിടക്കുന്ന 1 കിലോമീറ്റർ ദേശീയപാത ബൈപ്പാസ് നവീകരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി 1.63 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് നാഷണൽ ഹൈവേ വിഭാഗം റോഡ് നവീകരണം നടത്തും. നടപടി NK അക്ബർ MLA യുടെ നിരന്തര ഇടപെടലിനെ തുടർന്നു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.